നമ്മുടെ ടിക്സ് നമ്പറിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. മൂന്ന് ക്ലാസ് പറഞ്ഞു, നമുക്ക് ഇത് പറഞ്ഞ് നിർത്താം, ഇനി അത്രയധികം ഒന്നുമില്ല. നമ്മൾ ഇന്നലെ കണ്ട രണ്ട് എക്സാമ്പിൾ, ഇനി വേറെ എക്സാമ്പിളൂടെ നമുക്ക് പറഞ്ഞു. B5 നമ്മൾ നേരത്തെ കണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ബോറൈൻ, ദാറ്റ് ഈസ് B2H6 and we have seen B4H10. ഇതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ. അടുത്തത് B5 രണ്ടെണ്ണം ഉണ്ട്. B5H9 ഉണ്ട് ആൻഡ് B5H11 ഉണ്ട്. When you take the case of B5H9, we can see that in B5H9 it is BH5H4, that is a nidoborane. Isn't it? നല്ല നിഡോ ആണ്. മാറുന്നുണ്ടാല് ആർക്കും നമുക്കറിയാം. And if you try to find out the sticks numbers, you can see that since Q is equal to 4, S may be 2, 3 or 4. Q by 2 മുതൽ Q വരെയാണ് വാല്യൂ. Q is equal to 6. Q 4 ആണ്, P 5 ആണ്. Isn't it? So you can see this ഒരു സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസം. ജസ്റ്റ് YX ചെയ്തോ എസിന്റെ സാധ്യതയുള്ള വാല്യൂകൾ Q by 2 മുതൽ 2, 3, 4. കുറച്ച് ആയിട്ട് ആകെ 2 പോസിബിലിറ്റി, 2, 3, 4 ചെയ്താൽ ചില സ്ഥലത്ത് 3, 4, 5, 6 ചെയ്തിട്ടുണ്ടെങ്കിലും വേറെ Q is equal to Q ആണെങ്കിൽ 3 മുതൽ 6 വരെയാണ് എസിന്റെ വേരിയേഷൻ സാധ്യത. നമ്മൾ കണ്ടു കഴിഞ്ഞു. Q 4 ആണെങ്കിൽ 2 മുതൽ 4 വരെ മാത്രമേ, 2, 3, 4. So if you write down the value of n, we know S plus P is equal to S plus T, Q is equal to S plus N. So P is equal to S plus T means എന്താണ്? Yes, S plus T. ഇവിടുത്തെ 3, 2, 1. Then Q is equal to S plus X. 2, 1, 0. Then you can say that Y is equal to S minus X by 2. S into X അല്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടണം? 5, 2, 7 കിട്ടണം. P plus Q by 2, S plus T plus Y plus X is equal to P plus Q by 2. So it is 7, 2, 5, 7. That is 0. This is 1 and this is 2. So we get 4 possibilities. ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിംഗിൽ, അതായത് ബാക്കി ഇങ്ങനെ ഒഴിവാക്കുന്നത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. അത് പല ബുക്കിൽ പലത് കൊടുത്തിട്ടുണ്ട്, കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഇത്ര ഹോറോൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരണം, മറ്റേതിനെ ഇത്ര ഹോറോൺ കണക്ട് ചെയ്താൽ അത്ര കണ്ട് എനിക്ക് വായിച്ചിട്ട് അത്ര ക്ലിയർ ആയി തോന്നിയിട്ടില്ല. നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുള്ളൊരു മാർഗം ഷോർട്ട് ലിസ്റ്റിംഗിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടതാണ്. എൻ്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. യു സീ ദാറ്റ് ഇഫ് ഇറ്റ് ഇസ് എ നിഡോബോറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂവിന്റെ വാല്യൂ 4 ആണെങ്കിൽ of this we take the highest possible value of S. highest possible എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നെഗറ്റീവ് വരാത്ത എല്ലാ പോസിറ്റീവ് വരുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വലിയ നമ്പർ അതെടുക്കുക. അത് കറക്റ്റായി വരുന്നുണ്ട്. നമ്മൾ എല്ലാ നമ്മൾ താഴെയുള്ള കുറെ ബോറൈൻസ് ആയാലും നമ്മൾ പരീക്ഷയ്ക്ക് യോജിക്കില്ല. ഡോണ്ട് വറി, ഇതിലൊക്കെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് നിഡോ ബോറൈൻ ആണെങ്കിൽ, അതിന്റെ പറക്കുന്ന ബോറൈൻ ആണെങ്കിൽ ഏറ്റവും മിനിമം എടുക്കുക. മിനിമത്തിൽ ചെറിയ കാര്യമുണ്ട്. അരക്കിനോ ബോറൈനിൽ ഒരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ശ്രദ്ധിക്കായിട്ട് ഇത് വലിയ ട്രിക്ക് മാത്രമാണ്. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അതിന് എന്താണ് എംപിരിക്കൽ ആയിട്ടുള്ള റൂളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എംപിരിക്കൽ റൂൾ പറയാം, കാരണം നമ്മൾ ലോവസ്റ്റ് ബോറൈൻസിലൊക്കെ അത് സാറ്റിസ്ഫൈഡ് ആയി കാണും. അരക്കിനോ ബോറൈൻ ആണെങ്കിൽ ഓഡ് ആണ് പി എങ്കിൽ ഓഡായിരിക്കും എസ്. ഈവൺ ആണ് പി എങ്കിൽ ഈവൺ ആയിരിക്കും എസ്. And you take the lowest value. മറ്റേ highest എടുക്കുക, ഈ lowest. അപ്പോൾ നിഡോയിൽ whether it is odd or even no problem, take the highest value of X. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയസ്റ്റ് വാല്യൂ എടുക്കുമ്പോൾ ബാക്കി നെഗറ്റീവ് എന്ന് വരാം. നമ്മൾ എന്റെ കേസിൽ ഡൈബോറിന്റെ കേസ് കണ്ടു. 4 ഉണ്ട്, 3 ഉണ്ട്, 2 നമ്മൾ 2 എടുത്ത്. പക്ഷെ എന്താണ് 4 വരുന്ന സ്ഥലത്ത് 3 വരുന്ന സ്ഥലത്ത് എന്നൊക്കെ അതിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് വാല്യൂസ് ടീക്കൊക്കെ നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല. നെഗറ്റീവ് വാല്യൂ വരാത്ത ഏറ്റവും വലിയ എസ് വാല്യൂ എടുക്കുക. ഇഫ് ഇറ്റ് ഈസ് നിഡോ. ലോവസ്റ്റ് വരുമ്പോൾ പിന്നെ അരക്കിന് വരുമ്പോഴേ ബോറോൺ ആറ്റത്തിന്റെ എണ്ണം ഓടാണെങ്കിൽ
ഏറ്റവും ചെറിയ ഓഡ് എസ് വാല്യൂ എടുക്കുക. ബോറോൺ അടുത്ത എണ്ണം ഈവൺ ആണെങ്കിൽ ഏറ്റവും ചെറിയ ഈവൺ എസ് നമ്പർ എടുക്കുക. അതാണ് ഇതിന്റെ 6 നമ്പർ കൃത്യമായിട്ട് വരുന്നത്. ഇത് ഒരു നിയമമല്ല, ഞാൻ പറഞ്ഞു. ഇത് അതിന്റെ ഫോമിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടി കമ്പയർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു സ്വഭാവം മാത്രമാണ്. നിയമങ്ങൾ കുറെ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ അതിനെ കൊണ്ട് വലിയ കാര്യം നിൽക്കില്ല. കാരണം ആ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് കൂടെ എപ്പോഴായിരുന്നു പറ്റില്ല. കാരണം നമുക്ക് ആകെ കുറെ നമ്പർ എന്നിട്ട് ഇത്ര ബോറോൺ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം ഇങ്ങനെ വരാം നമുക്ക് കുറെ നിയമങ്ങളുണ്ട്. അതെങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലാവുകയാണെങ്കിൽ ഒരു കുറച്ച് സിമ്പിളായ കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യാൻ യാതൊരു പ്രയാസം ഈ പറഞ്ഞ നിയമം ഉപയോഗിച്ചാൽ മതി. പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മളിവിടെ നോക്കുക ഇതെന്ത് പറയുകയാണ്, ഇത് നിഡോ പറയുകയാണ് 4 എന്ന് പറഞ്ഞത്. അപ്പൊ നിഡോ പറയിൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് എസ് എത്രയാണ് 4120. ഇതാണ് നമ്മുടെ B5H9ന്റെ B5H9ന്റെ 6 number is 4120. 4120 means there are 4 BHB bonds, 1 BBB bond, 2 BB bonds and 0 BH2 units. Okay, and we can draw the structure. കുറച്ചെണ്ണത്തിന്റെ താഴെയുള്ള 2 സ്ട്രക്ചർ പഠിച്ചൊക്കെ ചിലപ്പോൾ 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. B2 H6 വരക്കാൻ വളരെ സിമ്പിൾ ആണ്. B4H10 നമ്മൾ ഇന്നലെ വരച്ചു, വളരെ സിമ്പിൾ ആണ്. B4H10 നോർമൽ ഉണ്ടാവുന്നൊരു ശ്രദ്ധിക്കുക. B4H10 ഒരു B, രണ്ടാമത്തെ B, മൂന്നാമത്തെ B, നാലാമത്തെ B. വളരെ സിമ്പിൾ ആണ്. ഒരു H, ഈ ബിയും ബിയും തമ്മിൽ ഒരു കണക്ഷൻ ഇവിടെ 2H, ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ H. ഈ ഡാർക്ക് സർക്കിൾ ആണ് ബോറോൺ അല്ലേ, ഇവിടെ ഇന്നലെ കണ്ടതാണ്. ഈ നമ്പർ എത്രയാണ്? ഇത് നമ്പർ നമ്മൾ ഇതിൽ നോക്കിയിട്ട് മനസ്സിലാവും. ഇവിടെ നിന്ന് കണ്ടുപിടിച്ചതിന് നമ്മൾ കിട്ടുന്നതാണ് 4 BHB bonds, no BBB bond, 1 BB bond and 2 BH2 units. ഇവിടെ 2 ഇവിടെ 1 ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് 4012 ആണ് ആരത് B4H10ന്റെ നമ്പർ. മനസ്സിലായില്ലേ? അതും എന്താണ്, അത് ഒരു അരക്നോ ബോറൈൻ. അതില് 6 ഉണ്ട്, 5 ഉണ്ട്. അരക്നോ ബോറൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ 6 ആണ്. ശ്രദ്ധിക്കുക, 6 ആണ് Hന്റെ നമ്പർ, Qന്റെ നമ്പർ 6 ആണ്. Q നമ്പർ 6 നമ്മൾ എഴുതിയിട്ടായിരുന്നു 6, 5, 4, 3. അതില് ഏറ്റവും താഴെയുള്ള 4 ഈവൺ നമ്പർ. കാരണം ഇവിടെ B4 ആണ്, ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ ഈവൺ നമ്പർ വരണം. അതുകൊണ്ട് 4012. പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? നടക്കട്ടെ. അതിൽ പിന്നെ ബാക്കി നെഗറ്റീവ് ആയതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇനി ഇതില് വന്നാല് 4120. ഇതിന്റെ സത്രം എങ്ങനെ ഇരിക്കും? B5 ആണ്, 5 ബോറോൺ ഉണ്ട്. സംതിങ് ലൈക്ക് ദിസ്. ഒരു ബോറോൺ, 2 ബോറോൺ, 5 ബോറോൺ ഇങ്ങനെ വരക്കും. എന്നിട്ട് ബോറോണിന്റെ കണക്ടിവിറ്റി ആയി. There are the 1 BBB bond. ഇവിടെ BBB bond, ഈ വൈൻ ഏരിയ വേണം. BBB bond, BBB bond. ഇതൊക്കെ അവിടെ ആയിട്ട് എത്തിക്കുക. 2 BB bond ഉണ്ട്. And there are 4 BHB. ഒരു BHB, രണ്ടാമത്തെ BHB, മൂന്നാമത്തെ BHB, നാലാമത്തെ BHB. കഴിഞ്ഞു. ഇനി എല്ലാ സ്ഥലത്തും, കാരണം there are no terminal BH2 units, so we can say that to each boron is connected a hydrogen like this. ഇത് അതിന്റെ 3D സ്ട്രക്ചർ അല്ല, ജസ്റ്റ് കണക്ടിവിറ്റി കാണിക്കാൻ, just to show the connectivity of the atoms. മനസ്സിലായില്ലേ? boron 1, boron 2, boron 3, boron 4 and boron 5. And we can see that there are 4 BHB bonds, 1, 2, 3, 4 BHB bonds, 1 BBB bond, 1 BBB bond, 2 BB bonds, 1, 2 BB bonds, and no BH bond or BH2 units. BH2 units
ഒന്നും ഇതില്ല. And we can see that B5 ഉണ്ട് H 1 2 3 4 5 6 1 2 3 4 5 6 7 B4 H 9 8 അതിനോട് പോയിടോ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. യെസ്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. കാരണം എല്ലാ ബോറോണിന്റെ മോളും ഈച്ച് ബോറോൺ ഈസ് ബോണ്ടഡ് ടു വൺ ഹൈഡ്രജൻ അറ്റ്ലീസ്റ്റ്. നമ്മൾ കാരണം BH യൂണിറ്റ് ആണ്. അപ്പോൾ 3 3 6 3 9 B5 H9 സ്ട്രക്ചർ ഇങ്ങനെയാണ്. B5 H9 and its 6 number is 4120. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, ഇത് കിട്ടിക്കഴിഞ്ഞാല് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. നെഗറ്റീവ് വാല്യൂണ്ട് അന്നേരം ഒഴിവാക്കുക. നെഗറ്റീവ് വാല്യൂസ് ഇല്ലാത്ത കൂട്ടത്തില് ഏറ്റവും കൂടിയ എവിടെ നിടമാണെങ്കിൽ ഏറ്റവും കൂടിയ, അരക്കിനാണെങ്കിലോ ഏറ്റവും കുറഞ്ഞ ഓഡോ ഇവൺ എടുക്കുക. ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് പി ഈസ് ഓഡോ ഇവൺ. പി ഓടാണെങ്കിൽ എസ് മോഡായിരിക്കും, പി ഓടാണെങ്കിൽ എസ് ഇവൺ ആയിരിക്കും. ഇൻ ദി കേസ് ഓഫ് എ അരക്കിനോബോറൈൻസ് ദിസ് ഈസ് നോട്ട് എ റൂൾ ബട്ട് ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ് as far as the lower borings. Lower borings അല്ല, somewhat ഏറ്റവും കോമൺ ആയ എല്ലാ ബോറൈൻസിനും അത് കറക്റ്റ് ആയി വരുന്നുണ്ട്. വെരി ഹൈ നമ്പർ വരുമ്പോഴേ ഉള്ള കൺഫ്യൂഷൻ നമ്മളതിലേക്ക് ഒരിക്കലും നമുക്ക് എത്തൂല. തൽക്കാലം നമുക്ക് വേണ്ട എക്സാമ്പിൾസിലൊക്കെ ഇത് വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, കൃത്യമായ റൂള് പല സ്ഥലത്തും കാണുന്നില്ല. കാണുന്നിടത്ത് തന്നെ എന്താണ് അത് ക്ലിയർ അല്ല. ക്ലിയർ ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, B5 H9. B5 H11 ആകുമ്പോഴോ B5 H11 is a arachnoborane. And because it is 6 and we can say B5 H9 or simply BH5 H9 അല്ല H11. H9 നമ്മൾ കഴിഞ്ഞല്ലേ. H6 P is equal to 5, Q is equal to 6. And if Q is equal to 6, S will vary from 3 to 6. 3, 4, 5 and 6. Okay? And we know P is equal to S plus T. Then ഇതേപോലെ തന്നെ 2, 1, 0. P is equal to S plus T. P is equal to 5, S plus T 5, 5, 5, 5. And Q is equal to S plus X. This is 3, this is 2, this is 1 and this is 0. And the total should come to 5 plus 3, P plus Q by 2. 5 plus 3, 8. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. വളരെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഓർഡറിലേ വരും. എല്ലാ ഓർഡർ 3, 4, 5, 6, 2, 1, 0, -1, 0, 1, 2, 3, 3, 2, 1, 0. ഇത് രണ്ടും അങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് വരുന്നതാണ്. And we can see that yes, we choose ഒന്നാമത്തെ കാര്യം ഇത് ഒരു അറക്കിനോബോറൈൻ ആണ്. അപ്പോൾ ഓഡിനോട് ഈവൺ ആണ് എസിന്റെ നമ്പർ വരിക. And we can see that yes, lowest S is 3, so we can say that 3203 is the 3203 is the 6th number of B5 H11. B5 H11. കാരണം ഇങ്ങനെ കുറെ കിട്ടിയത് ഏതാണ് നമ്മൾ വേറെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഒഴിവാക്കാൻ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞു ഇതിൽ 3 പിന്നെ സാധ്യതയുണ്ട്. ആ സാധ്യത ഏറ്റവും കറക്റ്റായി വരുന്നത് ഇതാണ് 3203. നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ സയന്റിഫിക് ആയിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് മനസ്സിലായില്ല. 3 ലോവസ്റ്റ് ഓഡ് അരക്കിനാകുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കോ. നിടുവാണെങ്കിൽ ഒന്നും നോക്കണ്ട. ഈവൺ നമ്പർ ഓഡ് നമ്പർ എന്തായാലും ശരി, ദ ഹയസ്റ്റ് ഈവൺ എസ് ഈസ് ചോസൺ. ഓക്കെ, പോസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല. നിടു അരക്കിനാണെങ്കിൽ ലോവസ്റ്റ് ആയി മാറി. മാത്രമല്ല ഓഡിനോട് ഈവൺ ആണ്. അതായത് പിയുടെ വാല്യൂ ഓടാണെങ്കിൽ എസിന്റെ വാല്യൂ ഓടായിരിക്കും. പിന്റെ വാല്യൂ ഈവൺ ആണ്, എസിന്റെ വാല്യൂ ഈവൺ. ഇവിടെ പിന്റെ വാല്യൂ ഓടാണ്, എസിന്റെ വാല്യൂ ലോവസ്റ്റ് ഓഡ്. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും? ഇതിന്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 2 ഹൈഡ്രജൻ കൂടി കൂടുതലുണ്ട്. സോ വി കൻ സീ ദാറ്റ് ഈ സ്ട്രക്ചർ ഈസ് സംതിങ് ലൈക്ക് ദിസ്. You can see that
it has no BB bond. BB bond illa. It has 2 BBB bonds. ഒരു BBB bond, രണ്ട് BBB bond വരച്ചു കഴിഞ്ഞു. It has 3 BH units. See? ഒരു BH, രണ്ടാമത്തെ BH, മൂന്നാമത്തെ BH. And it has 3 terminal BH2 units. രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ. See? ശ്രദ്ധിക്കുക, ഒരു ബോറോൺ ഇവിടെയുണ്ട്. Boron number 1, boron number 2, boron number 3, 4 and 5. And we can see that there are 3 BHB bonds. ഒരു ഈ പറഞ്ഞ ഓപ്പൺ സർക്കിൾ കാണിച്ചിരിക്കുന്ന ഷെയ്ഡഡ് സർക്കിൾ കാണിച്ചിരിക്കുന്ന ബോറോൺ ആണ്, ഓപ്പൺ സർക്കിൾ ഹൈഡ്രജൻ ആണ്. So we can see that there are 3 BHB bonds. 1, 2, 3 BHB bonds. ഇതിന്റെ ഒരു BHB, രണ്ടാമത്തെ BHB, മൂന്നാമത്തെ BHB. ഇതിന്റെ 3 BHB ബോണ്ട്. പിന്നെന്താണ്? 2 BBB ബോണ്ട്. ഇതിന്റെ ഒന്നാമത്തെ BBB, രണ്ടാമത്തെ BBB. കാണുന്നുണ്ടോ? BBB. ബൈബിൾ വരച്ചിരിക്കുന്ന നമ്മളത് ക്ലോസ്ഡ് BBB ബോണ്ടാണ്. നമ്മൾ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ആണ് കുഴപ്പമൊന്നുമില്ല, രണ്ടും ആ കാറ്റഗറി തന്നെ വരുന്നത്. 2. Then no BB bond. ബോറോൺ സിംഗിൾ ബോണ്ട് എവിടെ കാണുന്നില്ല. ആൻഡ് 3 terminal BH2 units. ഒരു BH2, രണ്ടാമത്തെ BH2, മൂന്നാമത്തെ BH2. വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാം 3 BH2 units. 1 BH2, 2 BH2 and 3 BH2. Okay. So we can see the formula is 3,203 and you try to draw the structure. ഇത്രയും സ്ട്രക്ചർ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സ്ട്രക്ചർ സാറിന് നിങ്ങളോട് ചോദിക്കില്ല, നമ്പർ ചോദിക്കാം, വരക്കാൻ ചോദിക്കാൻ മിക്കവാറും. B2H6 വളരെ സിമ്പിൾ, B4H10, this is B5H9, that one is B5H11. Okay. Okay, this idea മനസ്സിലായില്ല. How to is sticks number ശ്രദ്ധിക്കുക. This is the shorthand notation for the different types of bond in a diborane. Sorry, in a borane, and we can see that in all boranes each boron is always connected to one hydrogen. That is why we choose it as a BH unit. Apart from that, there may be 4 possible bonds. Possible BHB bond represented by S, BBB bond represented by T. S and T are both 3 center 2 electron bonds. Then we have BB bond and other BH bond. That is BH2 units, and these two are 2 center bonds. And from the value of P and Q, any borane can be represented as BH P times H Q times, and from the value of P and Q we can reach at the possible combination of S, T, Y and X. There may be either 4 or 3. നിഡോയുടെ കേസിൽ 3, അർക്കിനോയുടെ കേസിൽ 4 possible combination ഉണ്ടാവും. അതിൽ first of all discard any combination with any one negative number. ഏതെങ്കിലും നെഗറ്റീവ് നമ്പർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ധൈര്യമായിട്ട് ഒഴിവാക്കാം. ബാക്കി വരുന്നതിന് സെലക്ട് ചെയ്യാൻ ചില എംപിരിക്കൽ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ക്ലിയർ ആകുമ്പോൾ പറഞ്ഞു തരാം. അത് ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയത് നമ്മൾ സ്വന്തം പോലെ ഈവൺ നമ്പർ, ലോവസ്റ്റ് even or lowest odd in the case of arachnoboranes. Lowest odd or low, depending on whether P is odd. P odd angile S odd ആയിരിക്കും, P even angile S even ആയിരിക്കും. Okay. അത് nidoboranes അല്ല, arachnoboranes. Nidoborane ആണെങ്കിൽ അതായത് Q ന്റെ വാല്യൂ 4 ആണെങ്കിൽ of course you take the highest value of എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് highest value, highest even number. Highest even number of S, whether it is arachno or whether it is a even number or odd number. Nidoboranes in the case even odd ഒന്നും നോക്കണ്ട, എല്ലാത്തിനും highest even number എടുക്കുക. Nidoboranes, arachnoboranes in the case മാത്രമേ even odd നോക്കുന്നുള്ളൂ. P ന്റെ വാല്യൂ odd ആണെങ്കിൽ S ന്റെ വാല്യൂ odd, P ന്റെ വാല്യൂ odd, S ന്റെ വാല്യൂ even.
ഈ നിയമം ഒന്നിനും പറയാം, ഇങ്ങനെ ഒരു നിയമമുണ്ട്, ആ നിയമം എവിടെയാന്ന് വെച്ചാൽ നിയമം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ ഫ്രം ഒബ്സർവിങ് ഓൾ ദിസ് വി ക്യാൻ ഹൗ ടു ചൂസ്. അതേ പ്രശ്നമുള്ളൂ. ബാക്കി നമുക്ക് ഇത് കണ്ടിട്ട് ഇത് എഴുതാൻ യാതൊരു പ്രയാസമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 4 റിലേഷൻസ് എസ് പ്ലസ് ടി പ്ലസ് വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ബൈ 2 എന്നും എസ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു പി എന്നും അല്ലേ, ആൻഡ് എസ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ എന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ട് എന്താണ് എന്താ പറയുക, എസ് മൈനസ് എക്സ് ബൈ ടു ആണ് വൈ അല്ലേ. ആൻഡ് ഓഫ് കോഴ്സ് വാല്യൂ ഓഫ് എസ് വാരീസ് ബിറ്റ്വീൻ ക്യൂ ബൈ 2 ആൻഡ് ക്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഇത് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ 4 സ്ട്രക്ചറുകളും ഒന്ന് വരച്ചു വെക്കാൻ പഠിക്കാം. അല്ല, ആദ്യത്തെ വളരെ സിമ്പിള്, രണ്ടാമത്തതും വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വരക്കാൻ പറ്റും. മൂന്നാമത്തെ നാലാമത്തതും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിൽ നമ്മൾ വ്യത്യാസം മാത്രം നോക്കാം. ഏകദേശം ഇതിന്റെ കണക്ഷൻ വ്യത്യാസം നോക്കാം. ഇതിൽ രണ്ട് ബി ബി ഉണ്ട്, ഇതിൽ ബി മാത്രമേ, 2 BBB കൊണ്ട് 5 ബോറോൺസ് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വരക്കാം. ബാക്കി ഇതായി ഒരു എൻഡില് BH2 ഇവിടെ BH2 യൂണിറ്റ്സേ ഇല്ല എന്ന് ശ്രദ്ധിക്കുക. B4H9 നമ്പർ ഈസ് 4120, X 0 ആണ്. അതിന്റെ അർത്ഥം അതിൽ BH2 യൂണിറ്റ്സ് ഇല്ല. എല്ലാ ബോറോണിനും ഓരോ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയുള്ള ഹൈഡ്രജൻസ് എവിടെ പോയിരിക്കുന്നത്? 3 ബ്രിഡ്ജിങ്. എത്ര ഹൈഡ്രജന്റെ മൊത്തത്തില്? B5H9. There are 9 hydrogens. 9 hydrogensil ഓരോന്ന് ഇവിടെ കണക്ട് 1 2 3 4 6 7 8 9. ഒരു BHP, 2 BHP, 3 BHP, 4 BHP. 4 BHPയും 5 ടെർമിനലും ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചാൽ ഓർമ്മിക്കാൻ പറ്റും. 5 ടെർമിനലും 4 BHPയും കൂടി 5 4 9 ഹൈഡ്രജനായി. പിന്നെ എന്തില്ല, BHന്റെ കൂടെ വരുന്ന അടുത്ത അതായത് ടെർമിനൽ BH2 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ എതിരില്ല. ഈ പറഞ്ഞ B5H9. B5H11 ആമോ അങ്ങനത്തെ 3 എണ്ണം കാണാൻ. പക്ഷെ അവിടെ എന്താണ്, ഇതിന്റെ എണ്ണം കുറവാണ്. അത് 3 മാത്രമേ ഉള്ളൂ. 3 2 not 3. 3 + 2 ഇവിടെ 4 + 1 3 + 2 5 വരും. കാരണം എന്താണ്, P = 5. ഇവിടെ B5 ആണ്, ഇവിടെ B5 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ 5 വരും. S + T = 5. ബാക്കി വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. ഒന്ന് 4120 മറ്റേ 32 not 3. ഇവിടത്തെ ഒരു BH2 യൂണിറ്റ് പോലും ഇല്ല. ഇവിടെ 3 BH2 യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു BBB ബോണ്ട് പോലും ഇല്ല. ഇവിടെ ഒരു BB ബോണ്ട് പോലും ഇല്ല. ഇവിടെ 2 BB, ഒരു BB 2 BB, ഒരു BB 2. ഇത് BBB ബോണ്ടാണ്. ക്ലിയർ? സ്ട്രക്ചർ വരക്കുന്ന കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നിർത്താം. ഒരൊറ്റ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നിർത്താം. B6 H tall. B6H tall. P is equal to 6. Q is also equal to 6. Isn't it? And if you try to write down the S, T, Y, X numbers, you know, this is 6, so that the S will vary from 3, 4, 5 and 6. അത് ഒറ്റയടിക്ക് 4 2 3 4, 6 3 4 5 6. ക്യൂവിന്റെ പകുതി മുതൽ ക്യൂ വരെയുള്ള നമ്പേഴ്സ് ഉടനെ ടി എഴുതാൻ പറ്റും. S + T ആണ് P. P 6 ആണ്. അപ്പൊ 3 3 4 2 5 1 6 0. ഇതിന്റെ സമ്മ് 6 ആണ് P. ഇനി ഇതിന്റെ സമ്മ് 6 ആണ്. 3 3 4 2 5 1 6 0. പിന്നെ എന്താണ്, 6 3 9 ആണ്. 0 1 2 3 കഴിഞ്ഞു അല്ലേ? 9 9 9 9 എന്ന് പറഞ്ഞാൽ എന്താണ്, P + Q / 2 9 ആണ്. ഇതെല്ലാം ടോട്ടല് 9 കിട്ടും. എല്ലാ കോമ്പിനേഷനും ആയി കഴിഞ്ഞു. നമ്മളെ ബുദ്ധി അനുസരിച്ച് എന്താണ് ഇപ്പൊ വരിക? You can see that it is as arachnoboride. So we take the lowest even. This is even number, so lowest even S is chosen, and we can see that 4212 is the 4212 is the 6 number for B6. There are 4 BHB bonds, 2 BBB bonds, 1 DB bond, and 2 terminal BH2 units. Okay. ഇതേ രൂപത്തിൽ നമുക്ക് എല്ലാ
ബോറൈൻസ് എല്ലാ ബോറൈൻസ് ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. അത് അധികം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൺജക്റ്റോ ബോറൈൻസ്, മറ്റെന്താണ് ഐഫോ ബോറൈൻസ് ഒക്കെയാണ്. അതിലൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിന് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബോറൈൻസ് ഇതൊക്കെ തന്നെയുള്ളൂ. ഏറ്റവും സിമ്പിൾ ആയത് B2H6 മുതൽ B3 ഇല്ല, B4H10 ഉള്ളൂ, B4H8 ഇല്ല. പിന്നെ B5 രണ്ടുണ്ട്, B5H9 ഉണ്ട്, B5H11 ഉണ്ട്, B6 H12, പിന്നെ B8 B9 അങ്ങനത്തെ കുറച്ചെണ്ണം കൂടെ ബാക്കിയുള്ള ഇതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് സ്റ്റിക്സ് നമ്പർ, എന്താണ് സ്റ്റിക്സ് നമ്പർ എന്ന് മനസ്സിലാക്കുക. സ്റ്റിക്സ് നമ്പറും മറ്റേ ഈ നമ്പർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതെങ്ങനെ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചിലപ്പോൾ ചോദിച്ചിട്ട് നമ്മൾ അത് അവിടെ ലേശം കോംപ്ലിക്കേഷൻ ആണോ മാത്രം നമുക്ക് ജസ്റ്റ് വാദിച്ച് പറയണം. ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇത്ര അവിടെ പോയാൽ ബാക്കി ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 3 റിലേഷൻസ് ഉണ്ടാക്കുന്നത്. 3 റിലേഷന് പ്രധാനമായിട്ടുള്ളൂ. ടോട്ടൽ നമ്പർ P+Q/2 ആയിരിക്കും ഇതിനൊക്കെ ടോട്ടല്. പിന്നെ എന്താണ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ P കിട്ടും, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ Q കിട്ടും. തീർന്നു, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എസിന്റെ വാല്യൂ എന്തൊക്കെയാവാന്നുള്ളത്. എസ് എന്ന് പറഞ്ഞാൽ BH3 ബോണ്ടാണ്. അതിൽ കുറെ ഹൈഡ്രജൻ അങ്ങോട്ട് പോയി, ബാക്കി കുറെ ഹൈഡ്രജൻ അങ്ങോട്ട് പോയി BH പോയി. മനസ്സിലായില്ലേ? എക്സ്ട്രാ ഹൈഡ്രജൻ മാത്രമേ നമ്മൾ ഈ പറഞ്ഞതുള്ളൂ. അതിൽ തന്നെ മാക്സിമം എല്ലാം ബ്രിഡ്ജിങ് ആണെങ്കിൽ അതാണ് മാക്സിമം നമ്പർ 6 വരും. മിനിമം വരാൻ വേണ്ടി നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ റിലേഷൻ കണ്ടു. അത് എന്താണ്, Q/2 + Y കേട്ടോ. Y 0 മുതൽ എന്തും ആവാം നമ്മൾ പഠിച്ച്. അപ്പോൾ Q/2 വരെ എന്ത് പോകാൻ പാടുള്ളൂ, എസിന് താഴോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ എസിന്റെ താഴോട്ട് പോവുകയാണെങ്കിൽ എന്താ കിട്ടുക, ഇവിടെ എന്താ കിട്ടുക, 2 കിട്ടും അല്ലേ, ഇവിടെ 4 കിട്ടും, ഇവിടെ മൈനസ് ആവും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മൈനസ് ഒരു ഉറപ്പാണ്, അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ Q/2 മുതൽ Qലുള്ള വാല്യൂ മാത്രമേ എസിന് എടുക്കുള്ളൂ. അപ്പോൾ എസിന്റെ ഒരു വാല്യൂ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് Tന്റെയും എക്സിന്റെയും കിട്ടും. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ 2 റിലേഷൻ ഒന്നുകിൽ S-X/2 എന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു P+Q/2 എന്ന് എടുത്തിട്ട് നമുക്ക് അവസാനത്തെ വൈ കണ്ടുപിടിക്കും. വെരി സിമ്പിൾ ആർഗ്യുമാറ്റിക്, നോ കോംപ്ലിക്കേഷൻ. ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ ശ്രദ്ധിക്കുക. തെറ്റിപ്പോയാൽ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലായി. ഞാൻ പറഞ്ഞവരോട് കാരണം ഓരോ ഓർഡറിൽ വരും 3, 4, 5, 6 താഴോട്ട്, ഇതോ മേലോട്ട്, ഇതോ വീണ്ടും താഴോട്ട്, അതങ്ങനെ വരും. അപ്പൊ നമ്മൾ എഴുതി തെറ്റുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് 6 നമ്പർ. നമ്മൾ 2 സംശയങ്ങൾ പറഞ്ഞു. ഒന്ന് 6 നമ്പറും ഒന്ന് ഗൈഡ്സ് റൂളും ആയിരുന്നു. അത് രണ്ടും നമ്മൾ പറഞ്ഞ് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കോൾ മീ അറ്റ് എനി ടൈം. പിന്നെ നമ്മൾ ഭാഗ്യലക്ഷ്മിയിൽ ഒരു സംശയം എന്ന് വെച്ചാൽ, സംശയമല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ 4F and 5F ഓർബിറ്റ്. ഞാൻ അതിന് ചെറിയ കുറിപ്പോ അല്ല നോട്ടോ ക്ലാസ്സോ നിങ്ങൾക്ക് അടുത്ത ദിവസം തരുന്നതായിരിക്കും. നമ്മൾ കൊണ്ട് തിരിഞ്ഞ് നാളെ മുതൽ അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ എന്താണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിപ്പോയിട്ടുണ്ട്. അതായത് ബാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും പറഞ്ഞ് അടുത്ത മോളിക്കുലർ ഓർബിറ്റ് തിയറിയിലേക്ക് പോകണം. അത് നമുക്കൊരു യൂണിറ്റ് 2 യൂണിറ്റും കൂടിയിട്ട് അത് വേഗം തീർക്കണം. Again, I am telling you that if you have any doubt, ഈ പറഞ്ഞ സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സുകൾ പലരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഫസ്റ്റ് സെമ്മിന്റെ പരീക്ഷ കഴിയാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. ഫസ്റ്റ് സെം ഒരേ പഠിക്കുക, സെക്കൻഡ് സെം അടുക്കും നോക്കാതിരിക്കരുത്. ഫസ്റ്റ് സെം പരീക്ഷ എല്ലാം കൂടി നോക്കാതെ വിചാരിക്കരുത്. ഫസ്റ്റ് സെമ്മിന്റെ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് സെമ്മിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വേണ്ട അതാത് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വല്ല നോട്ടോ വല്ലത് എന്തെങ്കിലും സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതാത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. സെമ്മിന്റെ പരീക്ഷ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫൈനൽ ഇയറിന്റെ പരീക്ഷ ആദ്യം വരും. ഫൈനലിന്റെ പരീക്ഷ വന്ന ഉടനെ നിങ്ങളുടെ പരീക്ഷ ആയിരിക്കും. കാരണം നിങ്ങളുടെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കഴിഞ്ഞ് തേർഡ് സെമ്മിലേക്ക് പോകേണ്ട സമയമുണ്ട്. കാരണം നമുക്കറിയാം ഇത് സെക്കൻഡ് ഇയർ ആണ്. ഇപ്പോൾ സമയമായിട്ടില്ലെങ്കിലും അതിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് സെമ്മിന്റെ പരീക്ഷ കഴിയുന്ന വേഗം തീർന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് ഒന്നും അല്ലാണ്ട് സെക്കൻഡ് സെമ്മിന്റെ പരീക്ഷ വരാൻ സാധ്യതയുണ്ട്. പ്രൊവൈഡഡ് ദ കണ്ടീഷൻസ് ആർ ഫേവറബിൾ. അതും കൂടി പ്രധാനമാണ്. ഇപ്പോൾ കിട്ടിയ സമയത്ത് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം പരമാവധി പഠിക്കാൻ നോക്കുക. ഫസ്റ്റ് സെമ്മിന്റെ ടോപ്പിക്സ് പ്രത്യേകിച്ചിട്ടും 4 പേപ്പറും തിരിച്ചും മറിച്ചും പഠിക്കുക. ഏതെങ്കിലും കാര്യങ്ങൾ നോട്ടൊക്കെ കിട്ടാനുണ്ടെങ്കിലും എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെ കുറവുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് പരിഹരിക്കാൻ വിളിച്ച് പറഞ്ഞാൽ മതി, ആവശ്യപ്പെടണം, എന്നേരം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി.